അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ചെമ്മീൻ കറിയല്ല ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു അയലക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല മുളകിട്ട അയലക്കറി. ഓക്കെ ഗായ്സ്, ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാവർക്കും റെസ്റ്റ് പതിവാണല്ലോ. അപ്പം ഞങ്ങൾ ഇന്ന് എന്താണ് ഉച്ചയ്ക്ക് ചോറിന് ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ മീനുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ അയില വെച്ചിട്ട് നമുക്കൊരു നല്ല മുളകിട്ട നാടൻ മീൻകറി ഉണ്ടാക്കിയാലോ. നമ്മളെ മീൻകറിക്ക് ആവശ്യമായിട്ട് ആദ്യം നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചില ആളുകൾ കടുക് ഇടാറുണ്ട്. കടുക് ഇട്ടതിന് ശേഷമാണ് ഉലുവ ഇടുന്നത്. പക്ഷെ ഞങ്ങൾക്കിത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, കടുക് ടേസ്റ്റ് ഞങ്ങൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉലുവ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം മെയിൻ ഐറ്റം ആയിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് ഞങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് ചതച്ചിട്ടോ അല്ലാതെ ഏത് രീതിയിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ബാക്കി വെയിറ്റ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി, അത് കനം കുറച്ച് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങളത് മറക്കാതെ ചെയ്യണം കേട്ടോ. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്യും. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞങ്ങൾ ഇതിൽ ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ 2 പഴുത്ത തക്കാളിയും കൂടെ അരച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ വാളംപുളി അല്ലെങ്കിൽ കൊടംപുളി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ വീട്ടിൽ വാളംപുളിയാണ് സാധാരണ കറിയിലൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാളംപുളി ഒരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഈ ഒരു ചാറ് നന്നായിട്ട് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ എന്താക്കണം, നമ്മൾ അയിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയില മീനും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നും കൂടെ കുറുകി വരട്ടെ. കുറുകി വന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അയിലയൊക്കെ നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചെപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ കുറച്ചൊരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ. എന്താ മണം. ഓക്കെ, അപ്പം മീൻകറി സെറ്റായിട്ടുണ്ട്. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ ഗൈസ്. ഞങ്ങൾ പോയിട്ട് ചോറ് കഴിച്ചിട്ട് വരാം. അപ്പം നിങ്ങളെല്ലാവരും കഴിക്കൂ കേട്ടോ. ബൈ.